ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിളവിൽ എന്നും നൂറുമേനി നൽകുന്ന ഇടമാണ് കുട്ടനാട്. അതേപോലെ തന്നെ ഈ വർഷം വചനത്തിൽ നൂറുമേനി കൊയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുട്ടനാട് റീജിയനിൽ നിന്നുമുള്ള ഒരു കുടുംബം. നൂറുമേനി വചന മനപ്പാഠ മത്സരം സീസൺ 3യുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുന്ന കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് പരിചയപ്പെടാം ആ കുടുംബാംഗങ്ങളെ. എൻ്റെ പേര് മാത്യു തോമസ്. പുളുങ്കുന്ന് സെൻറ്റ് മേരീസ് ഫോറേൻ ഇടവകാംഗമാണ്. കാനാശ്ശേരി തറയിൽ നിന്നാണ് വീട്ടുപേര്. ഞാൻ ഒരു അധ്യാപകനാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് പൊതുകാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിയുന്നു. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ പുളിങ്കുന്ന് സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചറാണ്. വചനം പഠിക്കാനും അത് മത്സരത്തിൽ പങ്കെടുക്കാനുമൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഞാനതിനു വേണ്ടി പരിശ്രമിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രയും ലെവലുകൾ താണ്ടി ഇവിടെ വരെ എത്താനായിട്ടും സാധിച്ചു. എൻ്റെ പേര് മെർലി. സെൻറ്റ് മേരീസ് പുളിങ്കുന്ന് ഇടവകമാണ്. ഞാൻ ഡോക്ടറാണ്. ആലപ്പുഴയിൽ വർക്ക് ചെയ്യുകയാണ്. വചനത്തിൽ വേരൂന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം. ഇവർ നൂറുമേനിയിൽ പല വിഭാഗങ്ങളിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞ് പല ലെവലുകളിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞ് നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ 5 കുടുംബങ്ങളിൽ ഒരു കുടുംബമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് നൂറുമേനിയിലേക്ക് എത്തിയത്? നൂറുമേനിയിൽ ഞാൻ കൂടുതൽ വചനം പഠിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് ചേർന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്നിടത്തോളം വചനം എഴുതാൻ, പഠിച്ചിടത്തോളം എഴുതാനൊത്തില്ല, അത്രയോ സ്പീഡിൽ എഴുതാനൊത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടം വരെ എത്തുമെന്ന്, ഈ 3 ലെവലുകൾ കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലെ വരെ എത്തും എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു അഭിഷേകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവർ രണ്ടുപേരും റിട്ടയർഡ് അധ്യാപകരാണ്. ചേച്ചി ഒരു ഡോക്ടറാണ്. അപ്പം തിരക്കിട്ട ജീവിതമാണെന്നറിയാം. അപ്പം നിങ്ങൾ രണ്ടുപേരും റിട്ടയർഡായിട്ട് നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. എങ്ങനെയാണ് വചനം പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? സമയം നമുക്ക് ധാരാളമുണ്ട്. രാവിലെയുണ്ട്, വൈകുന്നേരമുണ്ട്. അതിൽ ഫ്രീ ആയിരിക്കുന്ന എല്ലാ സമയത്തും വചനം പഠിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വചനം പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചു, പഠിക്കാനായിട്ട് പറ്റി. സാധാരണ ഈ പുരുഷന്മാർക്ക് പൊതുവെ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യക്കുറവ്, അല്ലെങ്കിൽ സമയമില്ല എന്നുള്ള എക്സ്ക്യൂസൊക്കെ പലപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പോൾ സാർ അതിന് ഒരു മറ്റൊരു ഉദാഹരണമായിട്ട് മാറുകയാണ്. വചനം പഠിച്ച് അതിൽ ശക്തനാകാൻ സാധിക്കുമെന്ന് സാർ തെളിയിക്കുകയാണ്. ഈ വചനത്തോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം എപ്പോൾ മുതലാണ് തോന്നിയത്? ഞാൻ നൂറുമേനിയിൽ അത്ര താല്പര്യമൊന്നും ആദ്യം കാണിച്ചിരുന്നില്ല. അപ്പം എൻ്റെ ഭാര്യ മേരിക്കുട്ടി വചനം പഠിച്ചു തുടങ്ങി. നൂറുമേനിക്ക് ഇപ്പം നന്നായിട്ട് രാവിലെയും വെളുപ്പിനെയും എല്ലാം ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടുത്തെ ഭയങ്കര പഠനമാണല്ലോ, ഭയങ്കര തീക്ഷ്ണതയാണല്ലോ ഞാൻ ഓർത്തു. എങ്കിലും ഞാൻ ആ ഫൊറേൻ ലെവലിലൊക്കെ വരാനൊരു ചെറിയ സഹായത്തിന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഫൊറേനും കിടന്ന് രൂപതയിലോട്ട് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഫൊറേൻ ലെവലിൽ ചെന്നപ്പോഴും ഞങ്ങൾക്ക് റീജിയൻ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടി. അന്നെപ്പോഴും ഞാനങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ മിനിമത്തിനൊരു 12 വാക്ക് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളായിരുന്നു. 10 വാക്കെങ്കിലും ഇങ്ങനെ പങ്കെടുക്കണമെങ്കിൽ വേണം. അതിന് ഞാനൊരു 15 എണ്ണം പഠിച്ചൊക്കെ വെച്ചത്. വളരെ കഷ്ടപ്പെട്ടായിരുന്നു പഠിച്ചത്. അത് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ റീജിയൻ ലെവലിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോമിച്ചൻ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യമായി നമുക്ക് വന്നു. അപ്പം വചനത്തോട് കൂടി താല്പര്യമായി. സന്ദേശൻ്റെ ടോമിച്ചനെ പ്രത്യേകം വിളിച്ച് പറഞ്ഞ് ഒരു ഭാഗം എടുത്തുകൊണ്ട് പഠിക്കും, നടക്കുമെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്രോത്സാഹനമായപ്പം ഞാൻ ഒരു ഭാഗം യാക്കോബിൻ്റെ ലേഖനം പഠിച്ചേക്കാമെന്ന് അങ്ങ് ഏറ്റു. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നും നമുക്ക് സാധിക്കുമെന്നും അത് പഠിക്കാൻ പറ്റി. ആ വചനങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റി. റീജിയൻ ലെവലിൽ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കാനും ഉത്തരങ്ങളൊക്കെ ശരിയായിട്ട് പറയാനും നന്നായിട്ട് പഠിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല, കാരണം ഇപ്പോഴും നമുക്ക് റിട്ടയർ ചെയ്തിപ്പോൾ 7 വർഷമായി. ഇത്രയും വർഷമായി പിന്നെ ഇത്രയും വചനങ്ങളെല്ലാം പഠിക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഉറപ്പൊന്നും നമുക്കില്ലായിരുന്നു. പക്ഷേ പഠിച്ചപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇച്ചിരി കൂടുതൽ പഠിക്കാൻ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ഭാഗം കൂടെ വേണേൽ പഠിച്ചേക്കാമെന്ന് പറഞ്ഞു. എന്നാലും അതിൻ്റെ കുറച്ച് ഇഷ്ടമായി. ഇപ്പോൾ അത് പഠിക്കാൻ പറ്റുമെന്നും പഠിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഒരു ഡോക്ടറാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തിരക്കുകളുണ്ടാവും. അതിനിടയിൽ എങ്ങനെയാണ് ഈ വചനം പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? അമ്മയാണ് ആദ്യം പഠിക്കാൻ തുടങ്ങിയത്. അപ്പം അമ്മ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുകയും രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും അമ്മ ഇരുന്ന് പഠിക്കുന്ന കണ്ടു. അപ്പം അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അമ്മയ്ക്കുള്ള സപ്പോർട്ട് എന്ന രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയത്. അപ്പം അമ്മയുടെ നിന്നാണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്.
ചേച്ചി ഇന്ന് പലപ്പോഴും യുവജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഒന്നിനും സമയമില്ല, അല്ലെങ്കിൽ വചനം പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിനോ ഒക്കെ മുന്നോട്ട് വരാൻ യുവജനങ്ങളോട് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഒന്നിനും സമയം കിട്ടില്ല എന്ന് പറയാറുണ്ട്. ചേച്ചിയുടെ പ്രൊഫഷനും അതുപോലെ തന്നെ ഈ വചനവും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്, എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 7 മണി വരെയാണ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ രാവിലെ സമയം ഉണ്ട്, പിന്നെ രാത്രി വന്നു കഴിയുമ്പോഴും പിന്നെ ഞാൻ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും പഠിച്ചത്രയും ഞാൻ പഠിച്ചിട്ടില്ല, എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പഠിക്കും. ഈ വചനം പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മളൊരു വചനം മാത്രം പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം അതിൻ്റെ അധ്യായവും വാക്യവും എല്ലാം പഠിക്കണം. എങ്ങനെയാണ് പഠിക്കുന്ന രീതി? എഴുതിയാണോ പഠിക്കുന്നത്, വായിച്ചാണോ പഠിക്കുന്നത്? ആ രീതി ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഇടവക തലത്തിൽ മത്സരിക്കാനായിട്ട് പഠിച്ചപ്പം ഞാൻ കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എഴുതി നോക്കി. 3 മണിക്കൂർ കൊണ്ട് എത്ര വാക്യം എഴുതാം എന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചത്രയും എനിക്ക് എഴുതി പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് എഴുതുകയും വേണം. അതുകൊണ്ട് ഞാൻ സങ്കീർത്തനം ഏകദേശം മുഴുവൻ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. വലിയ വാക്യങ്ങളൊക്കെ ഞാൻ പിന്നെ വിട്ടു. നമ്മുടെ പുസ്തകത്തിലെ വലിയ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആരംഭം തൊട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു 3 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അതിലൊക്കെ കുറേ വലിയ വാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എനിക്ക് ഒരു പഠിച്ചതിൻ്റെ ഒരു പകുതിയെങ്കിലും എഴുതണമല്ലോ. അതുകൊണ്ട് ഞാൻ 100 വാക്യങ്ങൾ സങ്കീർത്തനം അങ്ങോട്ട് എഴുതി. അപ്പം നോക്കിയപ്പോൾ 1.25 മണിക്കൂറോളം എനിക്കതിന് എടുക്കേണ്ടി വന്നു. അപ്പം 100 വാക്യത്തിൽ നിർത്തി എഴുതാനുള്ളത്. പിന്നെ ഞാൻ ബാക്കി ഉള്ള സമയത്തിൽ എഴുതാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ വാക്യങ്ങളും കൂടെ കൂട്ടി പഠിച്ചു. അത് ഇടവക തലത്തിൽ അങ്ങനെയാണ് പഠിച്ചത്. അപ്പം ഇടവക തലത്തിൽ അത്രയേ പഠിച്ചുള്ളെങ്കിലും എഴുതിയുള്ളെങ്കിലും കൂടുതൽ വാക്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫൊറോന വന്നപ്പോഴും എനിക്ക് ഉപകരിച്ചു. അവിടം കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുമെന്നും ഇവിടം വരെ എത്തുമെന്നും ഞാൻ അത്ര വിചാരിച്ചില്ല. അതുപോലെ തന്നെ ഈ നൂറുമേനി ഇപ്പോൾ 3ാമത്തെ സീസണാണിത്. നൂറുമേനി ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും കഴിഞ്ഞിരുന്നു. ആ നൂറുമേനി സീസണുകൾ എങ്ങനെയെങ്കിലും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യത്തെ സീസണിൽ തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് വർഷത്തിൻ്റെ സമയത്തായിരുന്നു ഞാൻ പുസ്തകം വാങ്ങുകയും പഠിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്കന്ന് എഴുതാനായിട്ട് പോകാൻ സാധിച്ചില്ല. അപ്പം അന്ന് മുതലേ ഞാൻ ഇത്തവണ എഴുതും എന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് സമ്മാനമൊക്കെ വാങ്ങിയായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഇങ്ങനെ 119 സങ്കീർത്തനം പഠിക്കുന്ന കാര്യം അച്ഛൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തൊട്ടേ ഈ പുസ്തകം ആകുന്നതിന് മുമ്പേ സങ്കീർത്തനം ഇടയ്ക്കൊക്കെ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം എനിക്ക് ഫുള്ളാക്കാൻ സാധിച്ചത്. ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും പഠിച്ച് വാക്യങ്ങൾ പഠിക്കും എന്ന് തന്നെ. കാരണം കഴിഞ്ഞ തവണ ഞാൻ പഠിച്ചിരുന്നു. എനിക്ക് മത്സരിക്കാൻ എനിക്ക് വേറെ കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ടാണ് എഴുതാഞ്ഞത്. അപ്പോൾ വചനം പഠിക്കുന്നത് അത് ജീവിക്കാൻ കൂടിയാണെന്നാണ് ഇവർ പറയുന്നത്. ഈ വചനം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ബൈബിൾ പഠിക്കാൻ തുടങ്ങി കഴിയുമ്പം ബൈബിൾ വായിക്കണമെന്നും അതിൻ്റെ ആശയങ്ങളൊക്കെ സ്വരൂപിക്കണമെന്നും കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ തോന്നൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണമെന്നൊക്കെ തോന്നൽ വന്നിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ കുറേയും കൂടി ആഴപ്പെടാൻ ഈ വചന പഠനം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്ക് വലിയ അവബോധമൊന്നുമില്ല. പക്ഷേ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ ബൈബിൾ വെറുതെ വായിച്ചു വിടുമ്പോൾ ഞാൻ വായിക്കാറുള്ള ആൾ തന്നെയാണ്. പക്ഷേ അപ്പോഴുള്ളതിനേക്കാൾ നമ്മളെ ടച്ച് ചെയ്യുന്നതാണ് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ. പിന്നെയും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിക്കും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയുടെ ഒരു അറ്റത്ത് പോലും നമ്മൾ എത്തുന്നില്ല. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ലേഖന ഭാഗങ്ങളൊന്നും അത്ര ആഴത്തിലൊന്നും സ്പർശിച്ചിട്ടില്ലായിരുന്നു. അത്ര വായിച്ചിട്ടുണ്ടെന്നല്ലാതെ അത്രയും നമ്മൾ ആഴത്തിലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ലേഖനം വായിക്കുമ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള വാക്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കും. വിശുദ്ധ കുർബാനയിലൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴൊക്കെ സജീവമാകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പഠിച്ച വാക്യങ്ങൾ നമ്മളവിടെ വരുമ്പം നമുക്കൊരു സന്തോഷമാണ്. ചേച്ചി ഒരു ഡോക്ടറാണ്, ഒരുപാട് രോഗികൾ ദിവസം പ്രതി അടുത്തേക്ക് എത്തുന്ന ഒരാളാണ്. ഈ വചന പഠനം അനേകരിലേക്ക് ഇപ്പോൾ രോഗികൾ നമുക്കറിയാം ഒരുപാട് സങ്കടങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടായിരിക്കും ഒരു ഡോക്ടർ എന്ന നിലയിൽ ചേച്ചിയുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കൊരു ആശ്വാസമാകാൻ, പ്രത്യാശ നൽകാനായിട്ട് ഈ വചനം കരുത്ത് പകർന്നിട്ടുണ്ടോ? രോഗികൾ വരുമ്പോൾ ഉറപ്പായിട്ടും അവർ രോഗം പറയുക എന്നതിനേക്കാളും കൂടുതൽ അവരുടെ അസുഖങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയും.
അതുപോലെ അതൊന്ന് കേൾക്കാൻ വേണ്ടി കൂടിയാണ് ചില സമയത്ത് ആൾക്കാർ വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അത് ക്ഷമയോടെ ഇരുന്ന് കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മക്കളെ പഠിപ്പിച്ചിട്ടുള്ള, കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ്. ഇപ്പോൾ ഈ വചനം പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് ഇതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വചനത്തിൻ്റെ പ്രത്യാശയും അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ ഒരു സന്തോഷമൊക്കെ പകർന്നു കൊടുക്കാൻ ടീച്ചറിന് സാധിച്ചിട്ടുണ്ടോ? ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി. പക്ഷേ എൻ്റെ ഒരു വിചാരം ഞാനൊരു മൂല്യബോധം നൽകിയൊരു ടീച്ചറാണെന്ന് തന്നെയാണ്. ടീച്ചർ എന്ന നിലയിൽ എനിക്ക് സംതൃപ്തി മാത്രമേ ഉള്ളൂ. ഇപ്പം വചനം പഠിച്ചു തുടങ്ങിയപ്പോൾ കുറേ നാളുകളായി, ആദ്യം സീസൺ തൊട്ട് വചനം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വചനം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് വരുന്ന ആളുകളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി പകരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ ഈ റീജൻ തലമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പള്ളിയിലൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പം ഒരുമാതിരിപ്പെട്ട് കാണുന്നവരൊക്കെ കാണുമ്പോൾ ഇതാണ് ചോദിക്കുന്നത്. അപ്പം ചോദിക്കുമ്പം എല്ലാവരും പറയുന്നത് എന്നെക്കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല, ഇത്രയൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം അങ്ങനെയല്ല, നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു തൻ്റെ ഇടമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അടുത്ത ലോഗോസ് ക്വിസിനൊക്കെ കൂടുതൽ പേര് പങ്കെടുക്കുന്നുണ്ട്, എൻ്റെ അറിവിലുള്ള ആൾക്കാർ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മൾ ചെയ്തിട്ടല്ലേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ടീമുകളോടും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളോടും മത്സരിച്ച് പല ലെവലുകളിൽ മത്സരിച്ചാണ് ഇവർ 100 മേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുന്നത്. 100 മേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ആയി എന്നറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. പ്രതീക്ഷിച്ചിരുന്നോ? നമ്മൾ അത്ര പ്രതീക്ഷിച്ചൊന്നും ഇരുന്നില്ല. പുറം തലം കൊണ്ട് നിർത്തും തീരുമെന്നാണ് വിചാരിച്ചിരുന്നത്. എങ്കിലും റീജിയൻ ലെവലിൽ പോയപ്പോൾ അത് കുറച്ചുകൂടെ അത് കിട്ടണം എന്നൊരാഗ്രഹം തോന്നിയായിരുന്നു, അതിലൊരു അംഗമാകണമെന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഞാൻ അന്നേരം മുതലാണ് ഇച്ചിരി ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. മറ്റത് പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റീജിയൻ ലെവലിലേക്ക് പോകുമ്പം കുറച്ചുകൂടെ പഠിക്കാൻ തുടങ്ങി, പഠിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചു. അപ്പോൾ 100 മേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് 5 കുടുംബങ്ങളാണ് 5 റീജിയനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ചുകൂടി കഠിനമാകും. കാരണം എല്ലാ റീജിയനുകളിൽ നിന്നും ഏറ്റവും മികച്ചവരാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുന്നത്. എവിടം വരെയായി ഒരുക്കങ്ങൾ? നമ്മൾ വചനം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ചിലപ്പം മറന്നു പറഞ്ഞാൽ വാക്യമെല്ലാം മറന്നു പോകുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കിന് ഏത് ലേഖനമാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പക്ഷേ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയുകയും ചെയ്യാം. അതാണ് എഴുതി നോക്കും, അങ്ങനെയൊക്കെ പഠിക്കാം. പഠനത്തിൻ്റെ ഒരു സമയമാണ്. കഠിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ കിട്ടുമ്പോഴൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 100 മേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഈ കുടുംബവും പ്രവേശിച്ചിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും സ്വാധീനിച്ചത് ടീച്ചറാണെന്ന് പറഞ്ഞു. വചനം പഠിക്കാനായിട്ട് ടീച്ചറിൻ്റെ ഒരു തീഷ്ണതയും പഠിക്കുന്ന രീതിയും ഒക്കെ കണ്ടിട്ടാണ് ഇവർ രണ്ടുപേരും വചന പഠനത്തിലേക്ക് വന്നത്. ടീച്ചറിൻ്റെ ജീവിതത്തിൽ വചനം പഠിക്കാൻ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടോ? ഇദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകനും ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു പുളങ്കുന്നിൽ. ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ സൺഡേ സ്കൂളും യുവദീപ്തിയും മിഷൻ ലീഗും ഒക്കെ ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിലും എൻ്റെ കുടുംബ ജീവിതം സജീവമായ ഒരാൾ തന്നെയായിരുന്നു. അതെ തീർച്ചയായിട്ടും അത് നടക്കാനായിട്ടും ടീച്ചറിനെ സഹായിച്ചിട്ടുണ്ട്. ചേച്ചി, ഒരുപാട് വചനങ്ങൾ പഠിക്കുന്നവരാണ് നിങ്ങൾ 3 പേരും. പെട്ടെന്ന് ചോദിച്ചാൽ ജീവിതത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാമോ? എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. ടീച്ചറോ? ടീച്ചറിനെ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ടീച്ചർ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വചനം? ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അത് പത്രോസ്ലീഹയുടെ ലേഖനത്തിലെ വാക്യമാണ്. അത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി സാറിലേക്ക് വരുമ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ സാറിനെ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ സാർ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വചനം? ബൈബിൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കിപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും മൃതമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പ്രവൃത്തിയും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും സഹായ മനസ്സും ഉണ്ടാകണം എന്നൊരു തോന്നൽ പഠിക്കാൻ കഴിഞ്ഞപ്പം തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ വചനം പഠിക്കുക മാത്രമല്ല വചനം ജീവിക്കാൻ കൂടി പരിശ്രമിക്കുന്ന ആളുകളാണ്. സാറ് പറഞ്ഞതുപോലെ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടിയൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെടാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്നവനെ കരയുന്നവനെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സാണ് ഈ കുടുംബത്തിന് ദൈവം നൽകി അനുഗ്രഹിക്കുന്നത്. അനുദിനം ഈ ദൈവവചനത്തിലൂടെ ദൈവം ഇവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുൻപിൽ വലിയൊരു മാതൃകയായിട്ട് ഈ കുട്ടനാട്ടിലെ കുടുംബം മാറുകയാണ്. അപ്പോൾ 100 മേനി സീസൺ 3യുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ ഈ കുടുംബത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ.